ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു രമ്യാസ് മാജിക് വേൾഡ്. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ആലു പറാട്ടയുടെ റെസിപ്പിയുമായിട്ടാണ്. നമ്മളിന്ന് ചപ്പാത്തി കഴിച്ച് മടുത്തെങ്കിൽ നമുക്കൊരു ദിവസം ആലു വെച്ചിട്ട് ഒരു ചപ്പാത്തി ഉണ്ടാക്കി നോക്കാം, ആലു പറാട്ട. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ഉരുളൻകിഴങ്ങ് കുക്കറിലിട്ട് വേവിച്ച് തൊലി കളഞ്ഞു വെച്ചതാണ്. ഇതിനെ നമുക്കിതുപോലെ പൊടിച്ച് നല്ലതായിട്ട് ഉടയ്ക്കണം. ഒരു തരി പോലും അതിനകത്ത് കാണരുത്. അങ്ങനെ നല്ലതായിട്ട് ഉടച്ച് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അത് റെഡിയാക്കി എടുക്കാം. ഇതിന് വേണ്ടി നമുക്കുണ്ടല്ലേ ഇതുപോലെ കുഞ്ഞതായിട്ട് അരിഞ്ഞ പിന്നെ ഒരു സവാള, അതുപോലെ കുഞ്ഞതായിട്ട് അരിഞ്ഞ ഇച്ചിരി മല്ലിയില ഒരു ഇച്ചിരി ഏറെ ഉണ്ടെങ്കിൽ നല്ല ഫ്ലേവർ കിട്ടും. അപ്പോൾ ാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. എണ്ണ ഒഴിച്ചു. അതിലേക്ക് നമ്മൾ സവാള, പച്ചമുളക് അരിഞ്ഞതിങ്ങനെ പച്ചമുളകൊക്കെ നമുക്ക് ഇഷ്ടം അനുസരിച്ച്. ഇത് നമ്മൾ ചപ്പാത്തിക്ക് ഉരുളയ്ക്കകത്ത് വെക്കാനുള്ള ഫില്ലിങ്ങാണ്. അപ്പം അതിനനുസരിച്ച് വേണം എരിവൊക്കെ നമ്മൾ ഉപയോഗിക്കാം. ഉപ്പിട്ടു. അത് നന്നായിട്ട് നമ്മൾ ഇളക്കി ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേന് അതിലേക്ക് നമ്മൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂണിൽ ഇച്ചിരി കൂടെ മുളക് പൊടി, ഇതെല്ലാം എരിവിനനുസരിച്ച് ചേർക്കുക. നമ്മുടെ ഇത്രയും ചേർത്ത് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ നമ്മുടെ ഗരം മസാല ഉണ്ടെങ്കിൽ അതും ചേർക്കാം. ഞാനിപ്പോൾ ചേർത്തിട്ടില്ല. ഇത്രയും നന്നായിട്ടൊന്ന് പച്ചമണം മാറിക്കഴിഞ്ഞ് അതിലേക്ക് നമ്മൾ ഈ നന്നായിട്ട് കുഴച്ച് വെച്ചിരിക്കുന്ന ഈ ഉരുളൻകിഴങ്ങിനെ നമ്മൾ അതിലേക്ക് ഇട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കും. കണ്ടില്ലേ, ഉരുളൻകിഴങ്ങ് ഒരു തരി പോലുമില്ലാതെ നല്ലതായിട്ട് നമ്മൾ ഒരു ചപ്പാത്തിയുടെയൊക്കെ മാവ് കുഴയ്ക്കുന്നത് പോലെ അങ്ങ് ഉടച്ചെടുക്കും. ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില ആവശ്യത്തിന് ചേർക്കുന്നു. ഇനി മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ചേർക്കണ്ട, കുഴപ്പമില്ല. അപ്പോൾ ഇത്രയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് നമ്മൾ ഈ മസാലയാണ് നമ്മൾ ചപ്പാത്തി ബോൾസിനകത്ത് വെച്ച് നമ്മൾ ആലു പറാട്ടയായിട്ട് റോൾ ചെയ്തെടുക്കുന്നത്. ഇതിനെ നന്നായിട്ട് നമ്മൾ ചെറിയ തീയിലാണ് ഇട്ടേക്കുന്നത്, ഹൈ ഫ്ലെയിമിൽ ഇടരുത്. അപ്പം ഇങ്ങനെ ഒന്ന് യോജിപ്പിച്ച് ഇങ്ങനെ എടുക്കുക. ഇത്രേ ഉള്ളൂ കാര്യം. ഇത് കഴിഞ്ഞ് ഇതൊന്ന് ആറി കിട്ടിയാൽ മാത്രം മതി നമുക്ക്. ഇങ്ങനെ യോജിപ്പിച്ച് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിനെ ഉപ്പൊക്കെ ഉണ്ടോയെന്നൊന്ന് നോക്കിയേക്കണം. ഉപ്പില്ല എന്നുണ്ടെങ്കിൽ ശകലം ഉപ്പൂടെ ചേർക്കാം. ഒത്തിരി ഉപ്പ് ചേർക്കണ്ട. ചപ്പാത്തി നമ്മൾ കുഴച്ചിനകത്ത് ഉപ്പൊക്കെ ചേർക്കുന്നതാണല്ലോ. ഇത് നമ്മൾ ഇനി ഫ്ലെയിം ഓഫ് ചെയ്തു. ഇതിനി നമ്മൾ ആറാൻ വേണ്ടി വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുക കേട്ടോ. നല്ലൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ച് ആറാൻ ഇടുക. അപ്പം ഞാൻ ഇതിനെല്ലാം മുമ്പേ ചപ്പാത്തി കുഴച്ച് വെച്ചിരുന്നു. അപ്പോൾ ചപ്പാത്തി കുഴയ്ക്കുന്നത് കാണിക്കണ്ടല്ലോ, നമുക്കെല്ലാം അറിയാവുന്നതാണ്. നോർമൽ നമ്മളുടെ ചപ്പാത്തി കുഴയ്ക്കുന്ന പോലെ കുഴച്ച് വെക്കുക. കുഴച്ച് വെച്ചതിന് ശേഷമാണ് ഇതെല്ലാം ചെയ്തത്. ഇതുപോലെ നമ്മൾ ബോൾസാക്കി, നമുക്കറിയാം ബോൾസ്. അപ്പോൾ ഇച്ചിരി ഒരു നോർമൽ ചപ്പാത്തിയേക്കാളും ഒരു ശകലം വലിപ്പമുള്ള ബോൾസാക്കിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അതിൽ ഒരു ബോൾ എടുക്കുക. നമ്മൾ പൊടിയിൽ മുക്കി നന്നായിട്ട് ചെറുതായിട്ട് പരത്തുക. അല്ലെങ്കിൽ ഈ ചപ്പാത്തിയുടെ ഈ ബോൾസ് ഇങ്ങനെ നമ്മൾ കൊഴുക്കട്ടയ്ക്ക് ഇങ്ങനെ ഹോളുണ്ടാക്കി ഫില്ലിങ് വെക്കുന്ന പോലെയും ചെയ്യാം. ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്തത്. ഇതുപോലെ ശകലം ഒന്ന് പരത്തിയിട്ട് അതിലേക്ക് എന്ത് ചെയ്തു, ആ ഫില്ലിങ് ഒന്ന് വെച്ച് കൊടുത്ത് അതിനെ ഇങ്ങനെ ഉരുളകളാക്കിയാണ് ഞാനിപ്പോൾ ചെയ്തത്. അല്ലാതെ ബോൾസിനകത്ത് ഡയറക്റ്റ് നമ്മളൊരു ഹോൾ ഉണ്ടാക്കി മസാല ഫില്ല് ചെയ്യുന്നതും ചെയ്യാം. അപ്പം ഇങ്ങനെ ഇത്രയും ഒന്ന് പരത്തിയിട്ട്, അത് കട്ടിയുണ്ട് കേട്ടോ, എഡ്ജിന് ഇച്ചിരി കട്ടി കുറഞ്ഞാലും നടുഭാഗം കട്ടിയിൽ തന്നെയാണ്. അതിലേക്ക് നമ്മൾ ആറിയ മസാലയ്ക്ക് ചൂടേ കാണരുത്, നല്ല വൃത്തിക്ക് മസാല ആറിയിരിക്കണം. അതെടുത്ത് നമ്മളിങ്ങനെ അങ്ങോട്ട് എല്ലാത്തിൻ്റെ എഡ്ജ് അങ്ങ് ചേർത്ത് യോജിപ്പിച്ച് ഇങ്ങനെ നന്നായിട്ട് ഇച്ചിരി എക്സസ് ആയിട്ട് അവിടെ ഇത് വരുവാണെങ്കിൽ അതങ്ങ് മുറിച്ചെടുക്കുക.
അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അത് മുറിച്ചെടുക്കുക. ഇല്ലെങ്കിൽ അത് യോജിപ്പിക്കാനേ ഉള്ളെങ്കിൽ നന്നായിട്ട് അങ്ങ് യോജിപ്പിച്ചെടുത്താൽ മതി. അപ്പോൾ നമുക്കിതുപോലെ ബോളാക്കി എല്ലാം ഇതുപോലെ ബോളാക്കി വെച്ചേച്ച് പിന്നെ പരത്തി തുടങ്ങിയാലും മതിയാകും. അല്ലെങ്കിൽ ഓരോന്നോരോന്നായി ബോളാക്കി വെച്ചാൽ അന്നേരം തന്നെ അത് ചുട്ടെടുക്കുകയും വേണം. അങ്ങനെ കണ്ടില്ലേ, ഇതാണ് ഇതിൻ്റെ ഒരു പരുവം. ഇങ്ങനെ ആക്കുക. എന്നിട്ട് വീണ്ടും പൊടിയിലേക്കൊന്ന് മൂക്കുക. എന്നിട്ട് ഇതിനെ പെതുക്കെ റോൾ ചെയ്യുക. റോളർ ഉപയോഗിച്ച് പെതുക്കെ റോൾ ചെയ്യാവും. ഒത്തിരി അങ്ങ് ആഞ്ഞ് പിടിച്ചാൽ നമ്മുടെ ഈ ആലു എല്ലാം അതിനകത്തുനിന്ന് പൊട്ടി പുറത്ത് വരും. അല്ലെങ്കിൽ തന്നെ നമുക്കിങ്ങനെ മണ്ടയ്ക്കൊരു ഒരു ചെറിയൊരിതുപോലെ വരും. അതെല്ലാവർക്കും വരും കേട്ടോ. അത് ഒരു കുഴപ്പവുമില്ല. നമ്മൾ പൊടിയിലൊന്ന് മുക്കി എടുത്ത് കഴിയുമ്പോൾ അതങ്ങ് മാറും. എന്നിട്ട് ഇങ്ങനെ പതുക്കെ ഒന്ന് പരത്തുക. നമ്മുടെ നോർമൽ ചപ്പാത്തിയെക്കാട്ടിൽ ഇച്ചിരി കൂടെ കട്ടി വരും ഈ ആലു പൊറോട്ടയ്ക്ക്. കട്ടി വരുമെന്ന് വിചാരിച്ച് ടേസ്റ്റിന് ഒരു ഇതുമില്ല. നല്ലതായിട്ട് വേകുകയും നല്ല ടേസ്റ്റുമാണ്. നമുക്കിതിനൊരു ചട്നിയുണ്ട്, അതേ ഉള്ളൂ അതിൻ്റെ കൂടെ സൈഡായിട്ട് വരുന്നത്. ആ ചട്നി ഉണ്ടാക്കുന്നത് ഞാനിപ്പോൾ കാണിക്കുന്നുണ്ട് ഇതിനകത്ത്. അപ്പം ഇതുപോലെ പരത്തിയെടുക്കുക. ഇത്രയൊക്കെ പരത്തിയാൽ മതിയാവും. അത്യാവശ്യം കട്ടിയുണ്ട്. ഇങ്ങനെ നന്നായിട്ട് പരത്തിയെടുക്കുക. എന്തെങ്കിലും ഒട്ടിപ്പിടിക്കുകയെല്ലാം ഉണ്ടെങ്കിൽ ഇച്ചിരി പൊടി കൊടുത്താൽ മതി. കണ്ടില്ലേ, ഇങ്ങനെ ഒരു വശത്ത് നമ്മളിങ്ങനെ ഇച്ചിരി ഇങ്ങനെ ആലുമൊക്കെ തെളിഞ്ഞു വരുന്നതായിട്ടൊക്കെ കാണും. അതൊന്നും ഒരു പ്രശ്നമല്ല, അത് കുഴപ്പമേ ഇല്ല. കണ്ടില്ലേ. അപ്പം ഈ ഒരു പരുവത്തിൽ, ഈ ഒരു തിക്നെസ്സിൽ നമ്മളിതിനെ പരത്തിയെടുക്കണം. പരത്തിയെടുത്ത് നമ്മൾ നമ്മുടെ ചപ്പാത്തി തവയിലിട്ട് ചുടണം. അങ്ങനെ ഞാൻ രണ്ടെണ്ണം പരത്തി ഇട്ടിട്ട് ചുടാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ പെട്ടെന്ന് അടുത്തതും കൂടി ഇങ്ങനെ ചെയ്തിട്ട് രണ്ടെണ്ണം ഒരുമിച്ച് ചുട്ട് കാണിക്കാം. അപ്പോൾ നമുക്കാകെ പണിയെന്ന് പറയുന്നത് ഈ മസാല ഒന്ന് പ്രിപ്പയർ ചെയ്യണം. എന്തായാലും നമ്മൾ ചപ്പാത്തിക്ക് ഒരു കറി പ്രിപ്പയർ ചെയ്യണമല്ലോ. അപ്പോൾ ആ കറിക്ക് പകരം നമ്മൾ ഈ മസാല പ്രിപ്പയർ ചെയ്യുന്ന ഒരു പരിപാടിയേ ഉള്ളൂ. അല്ലാത്ത പക്ഷം വളരെ എളുപ്പമാണ്. എന്നും നമ്മൾ ചപ്പാത്തി കഴിച്ച് മടുത്ത് ഇരിക്കുമ്പോൾ ഇങ്ങനെ അതിനെ ഒന്ന് വെറൈറ്റി ആക്കി ചെയ്യാം. നമ്മളുടെ കേരളം വിട്ട് കഴിഞ്ഞാൽ പിന്നെ നോർത്ത് ഇന്ത്യയിലോട്ടൊക്കെ ചെന്നാൽ മിക്കവാറും എല്ലാവരും അവരവരുടെ വീടുകളിൽ ഉണ്ടാക്കുന്ന ഒരു വെറൈറ്റി പൊറാട്ടയാണ്. അവർ ഈ ചപ്പാത്തിക്ക് പൊറോട്ട എന്ന് പറയും. അപ്പോൾ അങ്ങനെ നമ്മൾ അടുത്തതും കൂടെ പരത്തി ഇങ്ങനെ എടുക്കുകയാണ്. ഒരു ശകലം ശ്രദ്ധിച്ച് ചെയ്താൽ മതി. അങ്ങനെ ഫില്ലിങ് പൊട്ടി പുറത്ത് വരരുത്, അത്രയും മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇനി നമ്മളിങ്ങനെ രണ്ട് പൊറോട്ട പരത്തിയെടുത്തു. അപ്പം നമുക്കിതിനെ ഒന്ന് ഫ്രൈ ചെയ്യാം. ചുട്ടെടുക്കാം. അതിന് തവ നല്ലതായിട്ട് ചൂടാവണേ. അപ്പം നോർമലി ഇച്ചിരി തിക്നെസ് ഉണ്ടല്ലോ നമ്മുടെ ചപ്പാത്തിയെക്കാട്ടിൽ ഇച്ചിരി കട്ടിയുള്ളത് കൊണ്ട് തന്നെ ഇച്ചിരി നല്ല തീയിൽ ആദ്യം കൊടുക്കുക. ജസ്റ്റ് ഇതൊന്ന് പൊങ്ങി വരും കേട്ടോ. നല്ല ബബിളായിട്ട് പൊങ്ങി വരും, ചിലത് പൊങ്ങത്തില്ല. അപ്പം അങ്ങനെ ആദ്യത്തെ ഒരു വശം ഇങ്ങനെ മുരഞ്ഞ് കഴിയുമ്പം കണ്ടില്ലേ, അതിനെ തിരിച്ചിടുക. നല്ലതായിട്ട് ഉള്ളെല്ലാം വേവും. നമ്മുടെ നോർമൽ ചപ്പാത്തി പോലെ തന്നെ പൊങ്ങിയും വരും. എല്ലാം പൊങ്ങി വന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതുപോലെ നല്ലതായിട്ട് ഫൈനായിട്ട് വന്നു കഴിയുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് ഓയിൽ തടവി കൊടുക്കാം. ബട്ടർ ഇഷ്ടമുള്ളവർക്ക് ബട്ടർ തടവാം. പിന്നെ ആലുവൊക്കെ ഹെവി ആണല്ലോ ഇൻസൈഡ്, അതുകൊണ്ട് അധികം ഹെവി ആക്കണ്ട പുറത്ത്. അപ്പം നമുക്കുള്ളത് വെച്ചിട്ട് ഒന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് ഇങ്ങനെ നമുക്കിതിനെ പരത്തി ചുട്ടെടുക്കാം. കണ്ടില്ലേ, നല്ല ഒരു പൊറോട്ട റെഡി ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ നമ്മളെല്ലാ പൊറോട്ടകളും പരത്തി, അപ്പം ബോൾസ് ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പരത്തി ഇങ്ങനെ അങ്ങ് ചുട്ടാൽ മതി. പിന്നെ അല്ലെങ്കിൽ 2-3 പരത്തിയിട്ട് 3 ചുട്ട് വെച്ച് എടുക്കാം. പിന്നെ നമ്മൾ ഈ കാസ്ട്രോളിനകത്താണ് വെക്കുന്നതെങ്കിൽ വെച്ചങ്ങ് അടച്ച് പൂട്ടി വെക്കരുത്. ഇച്ചിരി ഒന്ന് ആവി പോയിട്ടേ പൂട്ടാവും. കാരണം ഈ ആലു ഉള്ളിലുള്ളത് കൊണ്ട് അതിനകത്ത് ഇച്ചിരി ഈർപ്പമയം കൂടുതൽ വരാൻ ചാൻസ് ഉണ്ട് നമ്മൾ അടച്ചങ്ങ് വെച്ചാൽ. അപ്പോൾ ഒരു ശകലം ആവി പോയിട്ട് അടച്ച് വെക്കുന്നതാണ് നല്ല ഏറ്റവും ബെസ്റ്റ്. ഇങ്ങനെ തവയിൽ നിന്ന് എടുത്ത് നമ്മൾ അന്നേരം തന്നെ കഴിക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ്. പിന്നെ അങ്ങനെ നമുക്ക് എപ്പോഴും പറ്റാത്തപ്പം നമുക്ക് ഇങ്ങനെയും ചെയ്യാം. അപ്പം ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു, എല്ലാ ആലു പൊറോട്ടകളും ഉണ്ടാക്കി എടുക്കുക. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. അപ്പം ഇതിന് വേണ്ടി ഒരു ചട്നി ഉണ്ട്, നമുക്ക് ആ ചട്നി ഒന്ന് ട്രൈ ചെയ്യാമേ. കുറച്ച് മല്ലിയില, പിന്നെ ഒരു പിടി
പിടിയെന്നൊന്നും പറയാനില്ല, ഒരു കുറച്ച് ഒരു 10 മല്ലിയില, പുതിനയില, ഒരു 3 പച്ചമുളക്, അത് നമ്മുടെ എരിക്കനുസരിച്ച്, എരിയുള്ളതാണെങ്കിൽ 3 ചേർക്കരുത്, ഒരു 3 വെളുത്തുള്ളി, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, പിന്നെ നാരങ്ങയുടെ ജ്യൂസ് ഒഴിക്കുമ്പോൾ കുരു പോവരുതേ, കുരു പോയാൽ കയ്പ്പ് വരും, കുരു പോവാതെ ചെയ്യണം. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ പ്രധാനമായിട്ട് നമുക്ക് ഇതിനകത്ത് വേണ്ടത് ഒരു 2 ടേബിൾ സ്പൂണ് തൈരാണ്. നമ്മുടെ എത്ര ചട്നി വേണോ അതിനനുസരിച്ച്. അപ്പം ഈ 2 ടേബിൾ സ്പൂൺ ഇത്രയും ഒഴിച്ച്, വെള്ളം ഒന്നും ഒഴിക്കേണ്ട, ഇത്രയും മാത്രം മതിയാവും. കണ്ടില്ലേ, നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട്. ഈ ചട്നിയിൽ മുക്കിയാണ് നമ്മൾ ഈ ആലു പൊറോട്ട കഴിക്കുന്നത്, അല്ലാതെ വേറെ ഒരു കറികൾ വേണ്ട. പിന്നെ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വേറെ കറികളൊക്കെ കൂട്ടാം കേട്ടോ, അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. കണ്ടില്ലേ, നല്ല ആലു പൊറോട്ടയാണ്. ഞാൻ അതൊന്ന് മുറിച്ച് കാണിക്കാം നിങ്ങളെ. കണ്ടില്ലേ, കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് റോൾ ചെയ്ത് അവർക്ക് കൊടുത്താൽ മതി, അവർ കഴിച്ചോളും. അല്ലാതെ കറി മുക്കി കഴിക്കാനൊക്കെ അവർക്ക് മടിയല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളിടത്ത് നമുക്കിങ്ങനെ ഒന്ന് ട്രൈ ചെയ്യാം. നല്ല ടേസ്റ്റാണ് ഈ ചട്നി, നല്ല ടേസ്റ്റാണ്, നമുക്കെല്ലാം ഇഷ്ടപ്പെടും. എല്ലാവരും റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യണം. അങ്ങനെ കട്ടിയാവുമൊന്നുമില്ല, നല്ല മയത്തിൽ തന്നെ നമുക്ക് ഈ ചപ്പാത്തി കിട്ടും. അപ്പം എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ട്രൈ ചെയ്യണം. അപ്പോൾ അടുത്ത പുതിയ റെസിപ്പിയിൽ കാണുന്നിടം വരെ താങ്ക് യു.